പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ 2026 പ്രധാന വിദേശ പര്യടനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ. അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൻ ഗിനി, സ്പെയിൻ, മൊണാക്കോ എന്നീ രാജ്യങ്ങളിലേക്ക് അപ്പസ്തോലിക യാത്ര നടത്തുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ വർഷത്തെ അപ്പസ്തോലിക യാത്രകളിൽ ഏറ്റവും ആദ്യത്തേത് മൊണാക്കോ രാജ്യത്തേക്കുള്ള ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും. വലിയ ആഴ്ചയ്ക്ക് മുൻപായി മാർച്ച് 28 നടക്കുന്ന ഈ യാത്ര ലിയോ 14 പാപ്പയ്ക്ക് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം നൽകിയ ക്ഷണത്തിന് മറുപടിയായാണ് നടക്കുക. ക്രൈസ്തവ വിശ്വാസം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായുള്ള യൂറോപ്യൻ രാജ്യമാണ് മൊണാക്കോ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ രണ്ടാമത്തേതാണ് ഇത്. 2026 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളിൽ ഏറ്റവും ദൈർഘ്യമേറിയത് അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൻ ഗിനി എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള 10 ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്. ഏപ്രിൽ 13 മുതൽ 23 വരെയുള്ള തീയതികളിലായിരിക്കും ഇത് നടക്കുക. അൾജീരിയയിലെ അൾജീരി, അന്നാബ എന്നിവിടങ്ങളിലും, കാമറൂണിൽ യൗണ്ടെ, ബമേണ്ട, ദുവാല എന്നിവിടങ്ങളിലും, അങ്കോളയിൽ ലുവാണ്ട, മുക്സിമ, സൗരിമോ എന്നിവിടങ്ങളിലും, ഇക്വറ്റോറിയൽ ഗിനിയിൽ മലാബോ, മൊക്കോമോ, ബാത്ത എന്നിവിടങ്ങളിലുമാകും പരിശുദ്ധ പിതാവ് സന്ദർശിക്കുക. 2026 മൂന്നാമത്തെ അപ്പസ്തോലിക യാത്ര സ്പെയിനിലേക്കാണ്. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി നടക്കുന്ന ഈ യാത്രയിൽ പാപ്പ ആദ്യമെത്തുക തലസ്ഥാനമായ മാഡ്രിഡിലായിരിക്കും. സ്പെയിനിലേക്കുള്ള യാത്രയുടെ ഭാഗമായി കാനറി ദ്വീപുകളും പരിശുദ്ധ പിതാവ് സന്ദർശിക്കും. കാനറി ദ്വീപുകൾ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശസ്തമാണ്. വർഷം തോറും ആയിരക്കണക്കിന് കപ്പലുകളാണ് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇവിടേക്ക് എത്തുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹ പൂർത്തീകരണം കൂടിയാകുന്ന ഈ സന്ദർശനത്തിൽ തെനേറിഫ്, ഗ്രാൻഡ് കാനറി എന്നിവിടങ്ങളിൽ പാപ്പ എത്തും.